നമസ്കാരം. വാസ്തുസ്കോർ.com ഏവർക്കും സ്വാഗതം. ലോകപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവം 17-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു. നാളെയാണ് പൊങ്കാല. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരം നഗരം മുഴുവനും സ്ത്രീകൾ ഇന്ന് തന്നെ കൈയടക്കിയിരിക്കുകയാണ്. ഗതാഗത തടസ്സങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അന്യജില്ലകളിൽ നിന്നും സ്വന്തം ജില്ലയിൽ നിന്നൊക്കെ ധാരാളം പേർ പല സ്ഥലങ്ങളിലുമായി കലം കൊണ്ട് നിറച്ചു വെച്ച് സ്ഥലം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും 10-15 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ പൊങ്കാലക്കലങ്ങൾ നിരക്കുമെന്നുള്ളത് തന്നെയാണ്. വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്ന സ്ത്രീകൾ. അതേപോലെ നാളെ 10 മണിവരെ ഈ വരവ് നമുക്ക് പ്രതീക്ഷിക്കാം. പൂജയ്ക്ക് ആവശ്യമായ പൊങ്കാല കലങ്ങൾ, വിറക്, അതായത് ചൂട്ട്, കൊതുമ്പ്, അരി, ശർക്കര എല്ലാം ഇവിടെ ലഭ്യമാണ്. എല്ലാവരും കൈവീശി അങ്ങ് വന്നാൽ മതി. ചുടുകട്ട വാങ്ങിക്കാൻ കിട്ടും. കിട്ടുന്ന സ്ഥലത്ത് പൊങ്കാല ഇടുക. ഒരു കലത്തിൽ വേണമെങ്കിൽ ഒരു കലത്തിലിടാം, 100 കലത്തിൽ വേണമെങ്കിൽ 100 ആയിട്ടിടാം, 101 ആയിട്ടിടാം. പക്ഷേ 2:30 മുൻപേ തീർക്കണം എന്ന് മാത്രം. അപ്പോൾ എത്ര കലം വേണമെങ്കിലും അമ്മയ്ക്ക് ഈ പൊങ്കാല നിവേദ്യം അർപ്പിക്കാം. വെള്ളച്ചോറുണ്ടാക്കാം, ശർക്കര പായസം ഉണ്ടാക്കാം, തെരളി ഉണ്ടാക്കാം, മണ്ടപ്പുറ്റുണ്ടാക്കാം. ഏത് വേണമെങ്കിലും എല്ലാം അവരവരുടെ നേർച്ച അനുസരിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി നാളെ എത്ര മണിക്കാണ് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത് ചോദിച്ചിരുന്നാൽ 10:30 നിവേദ്യം 2:30. നമ്മുടെ പൊങ്കാല നിവേദ്യം തയ്യാറായി കഴിഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ എടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കരുത്. 2:30 വരെ കാത്തിരിക്കുക. 2:30 ശേഷം ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ തീർത്ഥജലം തളിക്കുവാൻ വേണ്ടി ചില കീഴ്ശാന്തിമാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കിണ്ടിയും വെള്ളവും വെച്ചിരിക്കുമ്പോൾ അതിനകത്ത് തുളസി വെള്ളം ഉണ്ടായിരിക്കും. ആ തുളസി കൊണ്ട് നമുക്ക് നിവേദ്യം നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്തായിരുന്നാലും 2:30 മണി വരെ കാത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എൻ്റെ 25-ാമത്തെ വർഷമാണ് M7 എന്ന യൂട്യൂബ് ചാനലിലോ ACVയിലോ മീഡിയ പ്ലസിലോ കേരള വിഷനിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. ഞാൻ അപ്പോഴായിട്ടുള്ള വിശദാംശങ്ങൾ അറിയിക്കുന്നതാണ്. എല്ലാവർക്കും പൊങ്കാലിടുവാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.